പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഓംകാർ പി ശ്യാംസുന്ദർ, നിലമ്പൂർ. പ്രിയമുള്ളവരെ നമസ്കാരമുണ്ട്. ഞാൻ ശ്യാംസുന്ദറാണ്, നിലമ്പൂരിൽ നിന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം വൈകല്യമുള്ള ആളുകൾ എന്ന് വെച്ചാൽ പോളിയോ ബാധിച്ചിട്ടും ആക്സിഡൻ്റ് ആയിട്ടും അങ്ങനെ പല രീതിയിൽ നമ്മൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ വൈകല്യങ്ങൾ സ്വാഭാവികമാണ്. അത് വലിയൊരു കുറവൊന്നുമല്ല. ഏതൊരു മനുഷ്യനും എപ്പോഴും സംഭവിക്കാവുന്നതാണ് വൈകല്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ബൈക്ക് ആക്സിഡൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിൽ നിന്നൊക്കെ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നമ്മുടെ കൈകാലുകളോ അല്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടപ്പെടാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പം നമ്മൾക്ക് നമ്മുടെ പ്രിയമുള്ളവർ തന്നെ ആവണമെന്നില്ല, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാവട്ടെ, ആരും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഇവരെ വേണ്ട രീതിയിൽ ചേർത്ത് പിടിക്കാത്ത ഒരു സമൂഹമാണ് പല ഭാഗങ്ങളിലും. അവരെക്കുറിച്ച് ഈ പാവപ്പെട്ട അല്ലെങ്കിൽ വൈകല്യമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇടുന്നത്. ഈ ഷോപ്പിംഗ് മാളുകളാവട്ടെ, അതുപോലെ തന്നെ ആശുപത്രികൾ, അതുപോലെ തന്നെ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, എവിടെ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക്, ഇതുപോലെ വൈകല്യമുള്ള ആളുകൾക്ക് യഥേഷ്ടം നമ്മളെപ്പോലെ തന്നെ സാധാരണ കൈകാലുകളൊക്കെ ഉള്ള ആളുകളെ പോലെ തന്നെ എവിടെയും ആരുടെയും സഹായമില്ലാതെ, എന്ന് വെച്ചാൽ ആരെയും ആശ്രയിക്കാതെ, പരസഹായമില്ലാതെ ഇവർക്കൊക്കെ തന്നെ എത്തിപ്പെടണമെങ്കിൽ, ഇപ്പോൾ തിയേറ്റർ ആവട്ടെ, എവിടെയും ആരെയും ആശ്രയിക്കേണ്ട, പെട്ടെന്ന് ഒരു സിനിമയ്ക്ക് പോവാം, ആരെയും ആശ്രയിക്കാതെ അവിടെ പോയി സിനിമ കണ്ട് തിരിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ തയ്യാറെടുക്കണ്ടേ? അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾക്കൊന്ന് സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ എന്താണ്? എല്ലാവരും ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷനാവാം, അല്ലെങ്കിൽ തന്നെ മറ്റുള്ള ഏത് സ്ഥാപനങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എയർപോർട്ട്, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തന്നെ സ്വന്തമായി അവർക്ക് തന്നെ അവരുടെ മുച്ചക്ര വാഹനമാവാം, അല്ലെങ്കിൽ മെല്ലെ ഇഴഞ്ഞിട്ടാണെങ്കിലും, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നീങ്ങി പോകുന്ന അങ്ങനെയൊക്കെ കഴിയും. ഇപ്പോൾ ഇന്നലെ നാളെ ഒരു പക്ഷേ ഞാനായാലും നിങ്ങളായാലും ഒക്കെ ഇങ്ങനെ ആക്സിഡൻറ്റോ മറ്റുള്ള വൈകല്യങ്ങൾ, വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ തന്നെയാണ്. അപ്പോൾ മറ്റുള്ള കുടുംബത്തിലെ ഓരോ ആളുകൾക്ക് ഇങ്ങനെ വൈകല്യം ഉണ്ടാകുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പരിഹസിക്കാറുണ്ട്, ചിലർ കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്നേഹാലയം, നിലമ്പൂർ സ്നേഹാലയം എന്നുള്ള നമ്മുടെ ഈ ഒരു ട്രസ്റ്റിൽ തന്നെ ധാരാളം ആളുകൾ, വൈകല്യമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ കുഞ്ഞിലക്ഷ്മി അമ്മ എന്നൊരു അമ്മ ഉണ്ട്. ഈ അമ്മ കേരളത്തിലെ രണ്ടാമത്തെ ഒരു വ്യക്തിയാണ്, ഏറ്റവും ഉയരം കുറഞ്ഞ രണ്ടാമത്തെ വ്യക്തിയായിരുന്നു. അവർക്ക് വന്നിട്ട് തീരെ നമ്മുടെ മുട്ടിന് താഴെയാണ് അവരുടെ ഹൈറ്റ്. സാധാരണ തലയും അല്ലെങ്കിൽ വയറാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ സാധാരണ ആളുകളെ പോലെ. പക്ഷേ കൈകാലുകൾക്ക് പകരം ഒരു കുറ്റി മാത്രമാണ്, ചെറിയ വയ്യാത്ത. അതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്, പലരുടെ വലിയൊരു അത്ഭുതമൊന്നുമല്ല. അപ്പോൾ എല്ലാവരുടെ കുടുംബത്തിലും ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അമ്മയാണ് ഞാൻ ഏറ്റെടുത്തത്. അന്ന് കളക്ടർ സുമന മേനോൻ, മലപ്പുറം ജില്ലാ കളക്ടറായ സുമന മേനോൻ മുഖാന്തരമാണ് നമ്മൾക്ക് ഈ അമ്മേനെ അറിയാൻ സാധിച്ചതും. അതുപോലെ നിലമ്പൂർ ചുങ്കത്തറ കലാസാഗറിൻ്റെ അടുത്തുള്ള കൗക്കാട് അയ്യപ്പ ക്ഷേത്രം കമ്മിറ്റിക്കാരായ ശ്രീ രത്നകുമാർ, അതുപോലെ ഗോപിയേട്ടൻ, അതുപോലെ തന്നെ രാജേഷ് തുടങ്ങിയ ആളുകളാണ് നമ്മുടെ സ്നേഹാലയത്തിലേക്ക് ഈ അമ്മേനെ ഏൽപ്പിച്ചത്. അപ്പോൾ 25 കിലോ റേഷനരിയുടെ ഒരു കാർഡ്, മണ്ണെണ്ണ, പഞ്ചസാര എല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു കാർഡൊക്കെ ഈ അമ്മയ്ക്കുണ്ട്. അങ്ങനെ സ്നേഹാലയത്തിലേക്ക് കൊണ്ടുവരികയും ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ അമ്മ പറയുന്ന ചില വാക്കുകൾ, എനിക്കും എല്ലാവരെ പോലെയും ജീവിക്കണമെന്ന് എന്തൊരു മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ആരും കൊണ്ടുപോയില്ല, എവിടെ ചെന്നാലും എല്ലാവരും എന്നെ തുറച്ചു നോക്കുകയാണ്, പരിഹസിക്കുകയാണ് എന്ന് തോന്നുക എനിക്ക് സങ്കടമാണ്. അതൊരു പബ്ലിക്കിൻ്റെ ഇടയിൽ എനിക്ക് പോകാൻ, അല്ലെ അവരെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് മോനെ എന്ന് പറയും. അപ്പം ഞാൻ ഈ അമ്മേൻ്റെ ആ ഒരു മാനസിക വിഷമം അല്ലെ പ്രയാസം ഒക്കെ ഞാനോട് മാറ്റിയിട്ട് ഈ അമ്മേനെ എൻ്റെ ബുള്ളറ്റിൻ്റെ ബാക്കിൽ ഞാനൊരു വലിയൊരു ഷോള് പോലെ, സാരീൻ്റെ ഒരു പകുതി വേണമെങ്കിൽ പറയാം, അതൊരു ഷോള് പോലെ അമ്മേനെ ഞാനും കൂടി കൂട്ടിയാണ് കെട്ടിയിട്ട് ഞാൻ ബുള്ളറ്റിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് നിലമ്പൂർ ജ്യോതി തിയേറ്റർ, രാജേശ്വരി തിയേറ്റർ, അതുപോലെ തന്നെ വണ്ടൂർ ഹരിഹർ തിയേറ്റർ, ഇവരെയൊക്കെ ഈ അമ്മേനെയും കൊണ്ട് ഞാൻ സിനിമ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കൊരു കുറച്ചിലായിട്ട് തോന്നിയില്ല, കാരണം എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകണ്ടേ. അതുപോലെ തന്നെ ചിലരൊക്കെ ഇങ്ങനെ കളിയാക്കുന്ന പോലെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊക്കെ അവരോട് സത്യത്തിൽ പുച്ഛം മാത്രം. കാരണം അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ പെങ്ങൾക്കും അവൻ്റെ മക്കൾക്കൊന്നും ഇതുപോലെ വയ്യായിക ഇല്ലല്ലോ. അപ്പോൾ ഉണ്ടെങ്കിൽ അവരിങ്ങനെ പുച്ഛിക്കുമോ? ഇല്ല. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചേർത്ത് പിടിക്കണം, കൂട്ടി പിടിക്കണം. ഇതുപോലെ വയ്യാത്ത ആളുകൾ ആരും ആവട്ടെ,
അതിങ്ങനെ ശാരീരിക വൈകല്യങ്ങൾ മാത്രമല്ല മാനസികമായുള്ള വൈകല്യങ്ങളുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഈ കുഞ്ഞുലക്ഷ്മി അമ്മേൻ്റെ മനസ്സിനുണ്ടായ ആനന്ദം, കാരണം ആ കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് വയസ്സ് വന്നിട്ട് 71 71 ഇയർ. അപ്പോൾ ഇത്രയും പ്രായമുള്ള അമ്മ, ആ അമ്മയുടെ ജീവിതത്തിൽ മാനസികമായിട്ട് ഇത്രയും സന്തോഷിച്ച ഒരു നിമിഷം ഈ സ്നേഹാലയത്തിൽ വന്നതിന് ശേഷമാണെന്ന് അമ്മ എപ്പോഴും പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്ക് തേക്ക് മ്യൂസിയത്തിൽ കൊണ്ടുപോകും, സിനിമയ്ക്ക് കൊണ്ടുപോകും. എനിക്ക് ഒരു മടിയില്ല, അഭിമാനമായിട്ടാണ് ഞാൻ അമ്മേനെ കൊണ്ടുപോവുക. ആ അമ്മ മരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ. ഈ അമ്മ ചില്ലറക്കാരിയൊന്നുമല്ല, അമ്മ മഞ്ചേരി കോവിലംകുണ്ട് സ്വദേശിയാണ് അമ്മ. അപ്പോൾ അമ്മ കോവിലംകുണ്ട് ആയപ്പോൾ മാത്രം പുതുക്കുടി കുഞ്ഞുലക്ഷ്മി അമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ വലിയ തറവാട്ടുകാരൊക്കെയാണ്. അത് ആ പുതുക്കുടി മുരളി എന്ന് പറഞ്ഞൊരു IAS കാരനുണ്ട് അവരുടെ കുടുംബത്തിൽ. പക്ഷേ ഇവരാരും തന്നെ അവരുടെ ഈ അമ്മേനെ സംരക്ഷിക്കാനോ നോക്കാനോ ഒന്നും തന്നെ മെനക്കെട്ടില്ല. ഞാനൊരിക്കൽ ഈ IAS കാരൻ്റെ വീട്ടിൽ പോയിട്ട് ഈ അമ്മേൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്നേഹാലയത്തിലേക്ക് ശേഷം വെട്ടുകല്ല് തരുമെന്നൊക്കെ ചോദിച്ച് ഞാൻ അവിടെ പോവുകയും പിന്നെ അവരെന്നെ എനിക്ക് തരാതെ അല്ലെങ്കിൽ അവരെന്തോ ഇൻസൾട്ട് ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നിയ പല നിമിഷങ്ങളൊക്കെ ഉണ്ടായി. പോട്ടെ, അപ്പോൾ ഇതാണ് ആ പഠിപ്പും പത്രാസും ഇവരും വിദ്യാഭ്യാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ല. മനുഷ്യത്വം, സ്നേഹം വേണം. അവർ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും IAS ആയാലും IPS ആയാലും എവനും ആയിക്കോട്ടെ. അപ്പോൾ അവർക്ക് മനുഷ്യത്വം, സ്നേഹമില്ലെങ്കിൽ ഏത് ബിരുദങ്ങൾ ഉണ്ടായിട്ടും ഒന്നുമില്ല, വെറും കടലാസ് കഷ്ണങ്ങളാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ വെറും കടലാസ് കഷ്ണങ്ങളാണ്, അല്ലേ, സമൂഹത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു കുടുംബത്തിലുള്ള ഒരാളായിരുന്നു ഈ കുഞ്ഞുലക്ഷ്മി അമ്മ എന്ന ഈ ഒരു പാവം പിടിച്ച അമ്മ. ഈ അമ്മ മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, മോനെ ഞാനിങ്ങനെ ഉയരമൊന്നുമില്ലല്ലോ, അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഈ പട്ടീനെ അല്ലേ കുഴിച്ചിടുന്ന പോലെ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിൽ മാന്തിടാതെ ഞാൻ കിരിയത്ത് നായരാണ്, അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് എന്നെ മറവ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മ എന്നോട് വളരെ സങ്കടത്തിലൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞത് മാത്രമല്ല, ആ അമ്മയ്ക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞതിന് ശേഷം മരണം മുന്നിൽ കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മ മരണപ്പെടുകയും ചെയ്തു, പാവം. അപ്പോൾ ഈ അമ്മ ശരിക്കും എൻ്റെ ഒരു ജീവനാടി തന്നെയായിരുന്നു, സ്നേഹാലയത്തിൻ്റെ ജീവനാടിയായിരുന്നു. കാരണം അയമ ഉണ്ടാകുമ്പോൾ നമ്മൾ 47 അംഗങ്ങൾ കുട്ടികളെയൊക്കെ ഒരു ചെറിയൊരു സ്റ്റിക്ക് കയ്യിൽ വെച്ചിട്ട് അയമേൻ്റെ ആ കമാൻഡിങ് പവർ മതി എല്ലാവരും നിയന്ത്രിക്കാൻ. കുട്ടികൾ വാ ഇരിക്കേ, നാമം ചൊല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കുളിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ സ്കൂൾ പഠിക്കാനുള്ളവർ പഠിക്കൂ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പേടിച്ചും ഭയഭക്തി ബഹുമാനത്തോടെ ഈ അമ്മേനെ അനുസരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടിരുന്നത്. ഈ അമ്മേനെ ആചാര അനുഷ്ഠാനത്തോടുകൂടി ബഹുമതിയോട് കൂടിയിട്ട് നിലമ്പൂർ കോവിലകത്തുമൂറിയുള്ള എൻ്റെ പുതുവാധ്യാർപ്പണം കൊട്ടാരത്തിൽ, അല്ലെങ്കിൽ കൊട്ടാരത്തിലെ വളപ്പിൽ ഈ അമ്മേനെ നമ്മൾ മറവ് ചെയ്തു. അമ്മേക്ക് വേണ്ട ഇപ്പോഴും തന്നെ ഒരു വർഷം മരിച്ചിട്ട് ഒരു 5-8 വർഷമായി ഇപ്പോഴും എല്ലാ വർഷവും അമ്മയ്ക്ക് വേണ്ടി ബലിയിടലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ബന്ധുമിത്രാദികളൊക്കെ വലിയ സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ വൈകല്യമുള്ള ആളുകളെ നമ്മൾ ആദ്യം മാതൃക കാണിക്കുക, എന്നിട്ട് അവർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കാൻ, അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾക്ക് ഇവർക്ക് വേണ്ടി കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുക. അത് വിദ്യാർത്ഥികളാവുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് വേണ്ട പഠനോപകരണങ്ങളാവട്ടെ, അവർക്കൊരു കോംപ്ലക്സ് അടിക്കരുത്, അവർക്ക് ഒരു മാനസിക ഒരു വിഷമം, അയ്യോ ഞാനിങ്ങനെ ഒരു വികലാംഗനായാണല്ലോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ മാനസികമായിട്ട് എനിക്ക് ബുദ്ധിമാന്ദ്യമുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയൊന്നും വരാത്ത രീതിയിൽ നമുക്കവരെ നമ്മളുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിലെ അംഗമായിട്ട്, നമ്മളെ സഹോദരനായിട്ട്, സഹോദരിയായിട്ട് നമ്മൾക്ക് അവരെ കൂട്ടിപ്പിടിച്ച് വേണം നമ്മൾക്ക് ഇവരെ കൊണ്ടു നടക്കാൻ. ഇത്തരം വൈകല്യമുള്ള ആളുകളൊക്കെ തന്നെ നമ്മൾക്ക് ചേർത്ത് പിടിച്ച് അവരെ നമുക്ക് അടിച്ച് പൊളിച്ച് അവരെ പാർക്കിൽ കൊണ്ടുപോവുക, സിനിമയ്ക്ക് കൊണ്ടുപോവുക, അതുപോലെ തന്നെ അവർ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്കൂളിലാണെങ്കിൽ കോളേജിലാണെങ്കിൽ ഒക്കെ നമ്മൾക്ക് ഒത്തൊരുമയോടുകൂടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാം. ടൂറ് കൊണ്ടുപോവാം, നമുക്ക് എവിടെ വേണമെങ്കിലും, ഊട്ടിയിലോ കൊടൈക്കനാലോ അല്ലെങ്കിൽ മൈസൂർ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ഇവരെയും കൂട്ടി നമ്മൾക്ക് പോകുന്നതിൽ ഒരു തെറ്റും വേണ്ട, ഒരു നാണവും വേണ്ട, മടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നമ്മുടെ കൂടപ്പിറപ്പുകളാണ് ഇത്തരം വയ്യാത്ത ആളുകൾ, വൈകല്യമുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഷോപ്പിംഗ് മാളുകളാണെങ്കിലും ശരി, എല്ലാവിടെയും കോളേജിലാണെങ്കിലും സ്കൂളുകളിലൊക്കെ തന്നെ ഇവർക്കായിട്ട് സ്വന്തമായ ഒരു ചെറിയ വാഹനം, ഇപ്പോൾ പഴയ പോലെയല്ല, 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായി സന്നദ്ധ സംഘടനകൾ തന്നെ ഉണ്ട് ധാരാളം. ഇപ്പോൾ നമ്മൾ നിലമ്പൂർ സ്നേഹാലയം തന്നെ 2-3 പേർക്ക് വയ്യാത്ത ആളുകൾക്ക് ഇതുപോലെ നമ്മൾക്ക് വീൽ ചെയറായിട്ടും അതുപോലെ ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാൻ സുമനസ്സുകളുടെ സഹായത്താൽ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യും ഇങ്ങനെ വയ്യാത്ത ആളുകൾക്ക്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾക്ക് കൂട്ടിപ്പിടിക്കാം, അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതുപോലെ നമ്മുടെ നിലമ്പൂരിൽ മാത്രമല്ല, മലപ്പുറം ജില്ല എന്നോ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ എല്ലാ ഭാഗത്തും ഉണ്ട് നമുക്ക് സുഖമില്ലാത്ത ആളുകൾ, കുട്ടികളൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും വയ്യാത്ത കുട്ടികളും ആൾക്കാരൊക്കെ. അപ്പോൾ ഇവരെയൊക്കെ ഇനി മുതലെങ്കിലും നമ്മൾ കാര്യമായിട്ട് അവരെ ഗൗനിക്കുക,
അവരെ പരമാവധി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് അവരെ സന്തോഷിപ്പിക്കുക. കാരണം നമ്മളെപ്പോലെ ഓടിച്ചാടി നടക്കാനും കളിക്കാനും ഒന്നും കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയായാലും അവരുടെ മനസ്സിനുള്ളിൽ ചെറിയൊരു നീറലുണ്ടായിരിക്കും. പ്രത്യേകിച്ച് അവർക്ക് മാത്രമല്ല, അവർക്ക് ജന്മം നൽകിയ ആ മാതാപിതാക്കൾക്കായാലും ഈ ഒരു സങ്കടം എല്ലാവരുടെ മനസ്സിലിങ്ങനെ തീരാ ദുഃഖമായിട്ട് തന്നെ അതിങ്ങനെ അവശേഷിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ആ ദുഃഖം. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അവർക്കൊരു കൈത്താങ്ങാവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക എന്ന് മാത്രമാണ് നിലമ്പൂർ സ്നേഹാലയത്തിന് ഇന്ന് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ കൊച്ചു വീഡിയോ കാണാത്തവർ ഇതെല്ലാം മുഴുവൻ കാണുക. നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം എന്ന നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ. നിലമ്പൂർ സ്നേഹാലയം 47 അംഗങ്ങളെ നോക്കുന്ന ചെറിയൊരു കൂട്ടായ്മയാണ്. നിലമ്പൂർ ജ്യോതിപ്പള്ളി LIC ഓഫീസിൻ്റെ അടുത്താണ്. വിശക്കുന്നുണ്ടോ? അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുന്ന ആവശ്യങ്ങൾ, ചെറിയ ആവശ്യങ്ങളൊക്കെ തന്നെ നിലമ്പൂർ സ്നേഹാലയത്തേക്ക് വരിക. ഇവിടെ മുതലാളിയും തൊഴിലാളിയും ഒക്കെ ആയിട്ട് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവരെല്ലാവരും മുതലാളിമാരാണ്, എല്ലാവരും തൊഴിലാളികളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മടി വേണ്ട, ആർക്കും വരാം. ഇവിടെ ജാതി മതം രാഷ്ട്രീയ സംഘടനയൊന്നുമില്ല. നിലമ്പൂർ ജ്യോതിപ്പള്ളി LIC ഓഫീസിൻ്റെ തൊട്ടുള്ള ഗാലക്സി അപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ ഓഫീസ്. യഥാർത്ഥ കെട്ടിടം നിലമ്പൂർ കോവിലകത്ത് മുറി യുണൈറ്റഡ് ക്ലബിൻ്റെ തൊട്ടടുത്തുള്ള പുതുവാധ്യാർ മഠം കൊട്ടാരമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമസ്കാരം. 9895357069 എന്നാണ് ഈ ട്രസ്റ്റിൻ്റെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ കോൺടാക്റ്റ് നമ്പറും. നിങ്ങൾക്ക് നല്ല ഭക്ഷണം സാധനങ്ങളാവട്ടെ, അതുപോലെ ഓരോ ദിവസത്തെ വല്ല ഭക്ഷണം നല്ല സ്പോൺസർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ തന്നെ വിളിക്കാം. ആവശ്യമുള്ളവർ അരി സാധനങ്ങളൊക്കെ ഇല്ല, വീട്ടിൽ പട്ടിണിയാണ് എന്നൊക്കെ തോന്നുമ്പോൾ ഒരു വിഷമം വിചാരിക്കേണ്ട. ഞങ്ങളെ വന്ന് കാണുക, സമീപിക്കുക. ഞങ്ങളാവുന്ന സഹായം എപ്പോഴും ഏത് സമയത്തും 24 മണിക്കൂറും ഹെൽപ്പ് ലൈൻ നമ്പറാണ് 9895357069 9895357069. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. നമസ്കാരം.